ഹലോ ഗായ്സ്, ശ്രീ ഹിയർ. നമ്മുടെ പെർഫ്യൂം ചാനലിലേക്ക് വെൽക്കം. കുറച്ച് പേര് നമ്മുടെ ടെക് ചാനൽ പറഞ്ഞ പെർഫ്യൂം കളക്ഷനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വൈ നോട്ട് എനിക്ക് പെർഫ്യൂം ചാനൽ തുടങ്ങി കൂടെ. കാരണം കുറച്ച് നാൾ മുന്നേ ടെക് ചാനലൊക്കെ അതിനൊക്കെ മുന്നേ എന്തായാലും ഇതിനകത്ത് എനിക്കൊരു അക്രഡിറ്റേഷൻ ഉണ്ട്. ഐ ആം ആൻ അക്രഡിറ്റഡ് പെർഫ്യൂമർ. സോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് പെർഫ്യൂമിനെ കുറിച്ച് രണ്ടുമൂന്ന് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ക്വാളിഫൈഡ് ആണ്. അതേപോലത്തെ കുറേ വർഷങ്ങളായിരുന്നു ഈ പെർഫ്യൂം പ്രാന്താണ്. പെർഫ്യൂം വാച്ചസ് ഈ ചാനലിൽ നമ്മൾ പെർഫ്യൂം വാച്ചസ് പിന്നെ ഭയങ്കര സോൾ ടച്ചിങ് ബുക്സ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ 3 ബെസ്റ്റ് ഡേ നൈറ്റ് പെർഫ്യൂംസ്. ഗൈസ്, വേറെ സംഭവം കൂടെ, എനിക്കിത് ഒറ്റ ടേക്കിൽ ഈ വീഡിയോസ് തീർക്കണം, എഡിറ്റും കട്ടുമൊന്നും ഇല്ലാത്ത നമ്മുടെ ജർമ്മനിയാണെന്ന് കണക്ക്. അതിനുപരി ഞാൻ ഈ ചാനലിൽ കാണിക്കുന്ന പെർഫ്യൂംസ് എല്ലാം സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതായിരിക്കും. കാരണം ഇതെല്ലാം ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്നത്. എനിക്കൊരു ചാനൽ സ്പോൺസർഷിപ്പും തരുന്നതല്ല. അങ്ങനെ ഭാവിയിൽ തരുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് അയച്ചു തരിക, ഞാൻ മണത്തിട്ട് ഓണസ്റ്റ് ആയിട്ട് റിവ്യൂ തരാം. എല്ലാം നമ്മൾ കാശ് എടുത്തിട്ട് പ്രൊമോഷൻ ഒന്നും കാണിക്കുന്നില്ല ഈ ചാനലിൽ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് എനിക്ക് ബെസ്റ്റ് അത് എവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്താ പറയുക, ഇതാണ് മക്കളെ എനിക്ക് ഡേറ്റ്സിനൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ളത്. ലതാഫ കാംറ ഖവ. ഈ പെർഫ്യൂമിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഇത് കിലിയൻ ഏഞ്ചൽ ഷെയർ എന്ന് പറയുന്നൊരു സാധനത്തിന്റെ DNA ഉണ്ടാക്കിയ അതൊരു ആപ്പിളിഷ് ബൂസി കൈൻഡ് ഓഫ് പെർഫ്യൂം. അതിന്റെ അണ്ടർലൈങ് ആയിട്ട് ഭയങ്കര വനീല സ്വീറ്റ് നോട്ട്സ്, അതിന്റെ കൂടെ ചെറിയ ബിറ്റ് ഓഫ് സ്പൈസിനെസ് ഉണ്ട്. എത്തനോളെല്ലാം കൂടെ വലിച്ചേറ്റി പെർഫ്യൂം അടിച്ചിട്ട് 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, എന്നിട്ടേ മണപ്പിക്കാവൂ. ഇറ്റ്സ് റിയലി സച്ച് എ ഗുഡ് സ്മെല്ലിംഗ് പെർഫ്യൂം. ഇതിനകത്ത് സംഭവങ്ങളെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര വാനില, ഭയങ്കര കാരമൽ. അതേസമയം ഈ ലതാഫ കാമറ ഉണ്ട്, കാമറ ഖവനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ആ ചെറിയ ബിറ്റ് ഓഫ് കോഫിയും കൂടെ ആഡ് ചെയ്യുമ്പം മൈൻഡ് ബോഗ്ലിംഗ് സാധനം. ലോഞ്ചവിറ്റിനെയും പ്രൊജക്ഷനെയും കുറിച്ച് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ക്ലോത്തിലെടുത്ത ഒരു 8+, 10+ hours ഒക്കെ നിങ്ങൾക്ക് ലോഞ്ചവിറ്റി കിട്ടും. പ്രൊജക്ഷനെ കുറിച്ച് പഠിച്ചാൽ ഒരു 5-6 സ്പ്രേ അടിച്ചാൽ ഉറപ്പാണ് നിങ്ങളൊരു AC റൂമിലൊക്കെ നിൽക്കണമെങ്കിൽ അടുത്തേക്കുന്ന ആൾക്കാർ ചോദിക്കും. കാരണം ഗൈസ്, ഡേറ്റ് നൈറ്റ് ഫ്രേഗ്രൻസിന് ഇത് സൂപ്പറാണ്. കാരണം ദിസ് ഇസ് എ വെരി വാം വെൽക്കമിങ് പെർഫ്യൂം. ഭയങ്കര സ്വീറ്റ് ആണ് ടു ദ കോർ. പക്ഷേ ഇതിനകത്ത് എവിടേക്കോ ആ സിനമൺ ഫീലും ആ ഒരു സ്പൈസി ഫീലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഐ നോ ഗേൾസ് ലവ് ദിസ്. ഇത് ഇച്ചിരി കൂടെ ഡ്രൈ ഡൗണിലോട്ട് വരുമ്പോൾ ഇച്ചിരി കൂടെ സ്വീറ്റ് ആൻഡ് ഇച്ചിരി കൂടെ ബൂസി ആപ്പിളിഷ് നോട്ട്സ് ഒക്കെ വരും. റിയലി ലവ് ദിസ് പെർഫ്യൂം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡേറ്റ് നൈറ്റ്സിൽ നോക്കുവാണെങ്കിൽ ഇത് 10/10 റെക്കമെൻഡഡ് എന്ന് പറഞ്ഞാൽ 100% റെക്കമെൻഡഡ് ആണ്. നല്ല സാധനമാണ്. ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ചൊക്കെ എടുത്തു പറയണം. പിന്നെ ഇത് ഓ ദ പെർഫോം എന്ന് പറഞ്ഞൊരു കോൺസെൻട്രേഷനിലാണ് വരുന്നത്. പക്ഷേ ദിസ് ഹാസ് ഗ്രേറ്റ് ലോഞ്ചിബിറ്റി. ഇനി നമുക്ക് രണ്ടാമത്തെ ഡേറ്റ് നൈറ്റ് ഫ്രേഗ്രൻസിനെ കുറിച്ച് നോക്കാം. ഏതാണ്? നമുക്ക് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ വൺ. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ്, ഓൾമോസ്റ്റ് തീർന്നിരിക്കുക. പക്ഷേ ഗൈസ്, ഇതെല്ലാവർക്കും ഡേറ്റ് നൈറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഈ നേരത്തെ കാണിച്ച ലതാഫ കാമറയൊക്കെ ഒരു കൂൾ വെതർ നൈറ്റ് ടൈമിലൊക്കെ അടിക്കാനുള്ളത്, അതൊരു ഫ്രഷി സാധനമല്ല. അതേപോലെ തന്നെയാണ് ഇതും. ഇതിനെക്കുറിച്ച് MYOP പാബ്ലോ എന്നാ പറയണത്. MYOPയുടെ പാബ്ലോ. ഗൈസ്, ഇത് ഒരു പെർഫോം കോൺസെൻട്രേഷൻ അല്ല, എക്സ്ട്രാക്ട് ദ പെർഫോം എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഇതിന് 50% ഓയിൽ കോൺസെൻട്രേഷൻ ഉണ്ട്. ആൻഡ് പാബ്ലോ എന്ന് പറയുന്ന സാധനം ഇസ് മാസ്കുലിൻ അറ്റ് ഇറ്റ്സ് പീക്ക്. ഭയങ്കര മാസ്കുലിൻ ആണ്, ഭയങ്കര ഇത് അറിയാവുന്നവർക്കറിയാം. ഇത് ഭയങ്കര ഒരു ഫേമസ് പെർഫ്യൂമിൻ്റെ തന്നെ ഇൻസ്പയർഡ് സാധനം. പക്ഷേ ഡിറ്റോ ടു ഡിറ്റ് അല്ല. ഇതിനകത്ത് നോട്ട്സ് വരുന്നത് ഭയങ്കര ലെതറിഷ്, ഭയങ്കര ലെതറി സ്വീറ്റ് ഒരു നോട്ട്. അത് ലെതറും ഇതിനകത്ത് എനിക്ക് റാസ്ബെറിയും സാഫ്രോണും ചെറിയൊരു വൂഡി സാധനങ്ങളുണ്ട്. നിങ്ങൾ MYOP എടുക്കുകയാണെങ്കിൽ മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ ഇസ് അവർ മിക്സ് ചെയ്ത് തരും. പാബ്ലോയും വൂഡിയും കൂടെ മിക്സ് ചെയ്തെടുത്താൽ, ഞാൻ പാബ്ലോ മാത്രം ഇട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, വൂഡിയും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ മാൻലിനെസ്സിൻ്റെ അകത്തോട് ഒരു ഇച്ചിരി ഹിൻഡ് ഓഫ് സാൻഡൽവുഡ്, അഗർവുഡ് അങ്ങനത്തെ വുഡും കൂടെ ചേരുമ്പോൾ ദിസ് ഈസ് 10/10 റെക്കമെൻഡഡ് ഓൺലി ഫോർ സ്പെസിഫിക് ആയിട്ട് ഭയങ്കര മാസ്കുലിൻ ആയിട്ടുള്ള ആൾക്കാരെ ഇത് ഉപയോഗിക്കുക. നിങ്ങളിപ്പോൾ ഒരു ഭയങ്കര ഒരു 16-15 വയസ്സൊക്കെയുള്ള ടീനേജറൊക്കെ ആണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ നിങ്ങളൊരു ലെതർ ജാക്കറ്റ് ഒക്കെ ഇടുന്ന ആളാണ്, യു വർക്ക് ഔട്ട് എ ലോട്ട്, യു ഹാവ് ദാറ്റ് മാസ്കുലിൻ എനർജി അറൗണ്ട് യു, ദിസ് ഇസ് റിയലി ഗുഡ്. ഒന്നും മണത്തും കിട്ടിയില്ല, മറ്റേത് തന്നെ കിട്ടിയ. പക്ഷേ ഇത്തിരിയേ ഉള്ളത്, ഇനി കളയാൻ തോന്നുന്നില്ല. ദിസ് ഇസ് ആക്ച്വലി റിയലി ഗുഡ്. MYOP പാബ്ലോ ഭയങ്കര മാസ്കുലിൻ എനർജിയൊക്കെ വേണ്ടി. ഇതും എനിക്ക് തോന്നുന്നു കറക്റ്റ് സിറ്റുവേഷൻ, ഒരു ലെതർ ജാക്കറ്റ് ഒക്കെ ഇട്ടൊരു ഡേറ്റിന് ഒരു ചിക്കനെയൊക്കെ വിളിക്കാൻ പോകുമ്പം ഓവർ സ്പ്രേ ചെയ്തിട്ടുക. ലോഞ്ചിവിറ്റി ആൻഡ് പ്രൊജക്ഷനെ കുറിച്ച് പറയേണ്ട, അത്യാവശ്യം സൂപ്പർബായിട്ട് ലാസ്റ്റ് ചെയ്യും.
എനിക്ക് ഒന്ന് തുണിയിലൊക്കെ പിടിച്ചാൽ ഒരു ദിവസത്തിൽ കൂടുതൽ കിടക്കും. പിന്നെ പ്രൊജക്ഷൻ ഓൾസോ ഓവർ സ്പ്രേ ചെയ്താൽ ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്യും. ഒരു 2 to 3 സ്റ്റെപ്സ് അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം കിട്ടും. ആൻഡ് ഇനി നമുക്ക് അടുത്ത ഞാൻ പറഞ്ഞുതരാം. ഇത് എക്സാക്ട് പെർഫ്യൂം അല്ല, പക്ഷെ ആ ഒരു DNA ഞാൻ പറഞ്ഞുതരാം. സി ഗൈസ്, ജോൺ പോൾ ഗൊത്തേർ, JPJ ജോൺ പോൾ ഗൊത്തേർ എന്നാണ് പുള്ളി വിവരിക്കുന്നതെന്ന് തോന്നുന്നു. പുള്ളിയുടെ അൾട്രാമീലോ അൾട്രാമാൽ എന്നൊക്കെ പറയുന്നത് അൾട്രാമീൽ എന്നാണ് പറയണം, പക്ഷെ അൾട്രാമാൽ എന്നങ്ങനെ പ്രൊണൗൺസിയേഷൻ, അതിൻ്റെ ഇൻസ്പയർഡ് സാധനമാണിത്. ഇത് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്വീറ്റ്, ഭയങ്കര ഒരു ചെറിയ ബബിൾ ഗമ്മി ഹിൻ്റൊക്കെ എവിടെയൊക്കെ ഉണ്ട്. ദിസ് ഇസ് എ പാർട്ടി ക്ലബിങ് ഫ്രേഗ്രൻസ്. നിങ്ങളിപ്പോൾ ക്ലബിലൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യു വിൽ ലവ് ഇറ്റ്. നിങ്ങൾ ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്യുക, പോവുക. ഇതൊരു ഭയങ്കര സേഫ് സൈഡ് ഓഫ് പെർഫ്യൂമാണ്. ഇതിന് ഞാൻ കറക്റ്റ് അത് വാങ്ങിക്കാൻ പറയുന്നില്ല. ജോൺ പോൾ ഗൊത്തേർ അൾട്രാമീലിനൊക്കെ ഭയങ്കര വിലയാണ്. ഞാൻ ശരിക്കും അഫ്നാൻ 9 PM എന്ന് പറഞ്ഞിട്ട് പെർഫ്യൂമാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് അതിൻ്റെ സെയിം എക്സാക്ട് സാധനം ഞാൻ ഒരു കടയിൽ പോയപ്പോൾ കിട്ടി, അതുകൊണ്ട് മേടിച്ചതേ ഉള്ളൂ. ഇത് ആ സാധനമല്ല. പക്ഷെ ഞാൻ പറയുന്ന DNA അഫ്നാൻ 9 PM ആണ് മൈ റെക്കമെൻഡേഷൻ. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്, മണത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ അടിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് 10/10 റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂമാണ്. അതും ഓ ദ പെർഫോം കോൺസെൻട്രേഷനിലാണ് വരുന്നത്. അതൊരു 2-3 സ്റ്റെപ്സ് നിൽക്കും. അതിൻ്റെ നോട്ട്സ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നത് ഭയങ്കര വാനില ആണ് നിൽക്കുന്നത് മെയിനായിട്ട്. പിന്നെ നമുക്ക് മണ്ടയിലാണ് അടിച്ചത് ഒരു ബബിൾ ഗമ്മി, അതേസമയം ഒരു സ്വീറ്റ്, അതേസമയം എവിടെയൊക്കെ ഒരു ഫ്രഷ് നോട്ട്സും ടൈപ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനാണെങ്കിൽ ആ സിട്രസി ടൈപ്പ് ഓഫ് ഫ്രഷ്നെസ് അല്ല കിട്ടുന്നത്, ഒരു പ്ലേഫുൾ കൈൻഡ് ഓഫ് ഫ്രഷ്നെസ് ആണ് കിട്ടുന്നത്. ഭയങ്കര ഫ്രൂട്ടി നോട്ട്സ് കേട്ടോ, ഭയങ്കര ഫ്രൂട്ടി സാധനം. അതിൻ്റെ കൂടെ തന്നെ അത് ഭയങ്കര ബബിൾ ഗമ്മി ഒരു ഫ്രേഗ്രൻസ്. ചിക്സ് വിൽ ലവ് ഇറ്റ്. നിങ്ങൾ സ്കൂൾ ബോയ് ആണെങ്കിലും ടീനേജർ ആണെങ്കിലും എല്ലാവർക്കും ഹൈലി റെക്കമെൻഡഡ്. എവിടേക്കൊക്കെ മാംഗോയുടെ മണവും എന്തൊക്കെയോ നൈസ് ഒരു സാധനമാണ് ഗൈസ് ഇത്. ദിസ് ആക്ച്വലി എ റിയലി ഗുഡ് സാധനം. സോ അഫ്നാൻ 9 PM ഡേറ്റ് നൈറ്റ് ക്ലബിംഗ് ഫ്രേഗ്രൻസ്, സൂപ്പർ. അത് JPJ അൾട്രാമെയിലിൻ്റെ സാധനം റെപ്ലിക്കയാണ്. സോ 3 ഞാൻ റെക്കമെൻഡ് ചെയ്തില്ലേ. അപ്പം വേണേൽ ഒരു ഫ്രഷിയും കൂടെ പറഞ്ഞ് നിർത്താവുന്നുണ്ട്. പക്ഷേ എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് പക്ക ഒരു ഡേറ്റ് നൈറ്റ് ഓഫ് ഫ്രഷി അല്ല, വേണ്ട. നമുക്കൊരു വേറൊരു സാധനം പറഞ്ഞുതരാം. ഇതും MYOP. സി ഗൈസ്, MYOP നിങ്ങൾ ഒരുപാട് ഈ ചാനലിൽ കാണും. കാരണം നമ്മുടെ നാട്ടിൽ ഒന്നേ ഓ ദ പെർഫോം, എക്സ്ട്രാക്ട് ദ പെർഫോം മാത്രമേ നിൽക്കൂ. ഓ ദ ട്വലെ അല്ലെങ്കിൽ ടോയ്ലറ്റ് സ്പ്രേ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒന്നും നിൽക്കത്തേ ഇല്ല. കാരണം അതിന് പ്യൂർലി ഓയിൽ കോൺസെൻട്രേഷൻ ഇല്ല. അല്ലെങ്കിൽ അത് അത്രയും ബേസ് ഹെവി നോട്ട്സ് ആയിട്ട് വരുന്ന പെർഫ്യൂം ആയിരിക്കണം. ആൻഡ് ഇതാണ് എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. MYOPയുടെ വൺ ഓഫ് എ കൈൻഡ്. ദിസ് ഈസ് ആക്ച്വലി എ റിയലി ഗുഡ് സാധനം. ദിസ് ഈസ് മാൻലി ആംബർഗസ്. അതേപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആ കോക്കനട്ടി സ്വീറ്റ് ഫ്ലേവർ ഒക്കെ കിട്ടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദിസ് ഈസ് ആക്ച്വലി വൺ ഓഫ് മൈ ഗോ ടു ഫ്രേഗ്രൻസ്. ഇതൊരു ഡേ ടൈമിനെക്കാട്ടി നിങ്ങൾ നൈറ്റ് ടൈം ഒക്കെ ഇട്ടുകൊണ്ട് പോയാൽ സൂപ്പർ ആയിരിക്കും. ആ ഒരു കോക്കനട്ടി സ്വീറ്റ്നെസ്സിൻ്റെ അകത്ത് അണ്ടർലൈ ചെയ്യുന്നൊരു മിസ്റ്റീരിയസ് മാൻലിനെസ് ഉണ്ട്. ദാറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. എനിക്കിതുവരെ കോംപ്ലിമെൻറ്റ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല, പക്ഷെ ഇടുന്ന സമയത്തെല്ലാം കിട്ടും. ആൻഡ് ഇത് സാധാരണ എല്ലാ MYOPൻ്റെ കണക്കും അങ്ങനെ പ്രൊജക്റ്റും സ്റ്റെയിൻ ചെയ്യത്തില്ല. ഇത് പെട്ടെന്ന് ഫീഡ് അവേ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. പ്രോബബ്ലി ഇതിൻ്റെ നോട്ട്സ് ഒക്കെ കാരണമായിരിക്കാം. ഇതൊരു നേരത്തെ പറഞ്ഞ സ്വീറ്റ് കോക്കനട്ടി, അതേസമയം എവിടേക്കൊക്കെ ഒരു ആംബർഗസ്, മറ്റേ ഇൻസെൻസ്, അങ്ങനത്തെ ഒരു സാധനം ഡീപ്പായിട്ട് കിടപ്പുണ്ട്. കറക്റ്റ് നോട്ട്സ് എവിടെ എഴുതി വെച്ചിട്ട് അങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ജസ്റ്റ് സേ വാട്ട് ഐ ഫീൽ. കാരണം ദിസ് ഇസ് ശരിക്കും എനിക്കൊരു ഗോ ടു പെർഫ്യൂം ചാനൽ വേണം. ഒലിബാനം ഉണ്ട് ഇതിനകത്ത് ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ദിസ് ഇസ് ആക്ച്വലി റിയലി ഗുഡ്. ഇതും ഡേറ്റ് നൈറ്റ്സിനൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. വൺ ഓഫ് എ കൈൻഡ് ബൈ MYOP. സോ ഗൈസ്, എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള MYOPൻ്റെ എല്ലാ സ്പ്രേയേഴ്സും അത്യാവശ്യം നല്ലതാണ്. ലത്താഫയുടെ എല്ലാ സ്പ്രേയേഴ്സും നല്ലതാണ്. ഇതൊന്നും ഈ മണപ്പിച്ചാൽ എനിക്ക് ഓൾ ഫാക്ടറി ഫെറ്റീഗ് എന്ന് പറയുന്ന സാധനം അടിക്കും. എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളൊരു പെർഫ്യൂം കടയിൽ കയറുമ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ പറയും. സോ ഗൈസ്, ഇറ്റ്സ് റീ ഹിയർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ഒരുപാട് ലേറ്റ് ആയി തോന്നുന്നു, പക്ഷെ ഒരുപാട് ലെങ്തി ആയെന്ന് തോന്നുന്നു. ടോക്ക് ടു ഗൈസ് ലേറ്റർ.